ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് നമ്മുടെ ഗസ്റ്റിന് സമയം കൊടുക്കാനിടയായിത്തീരാം. നമ്മളോട് കൂടെ ലൈഫ് എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഇവാഞ്ചലിസ്റ്റ് സാജു മാത്യു, വളരെ അനുഭവങ്ങളുള്ള ഒരു പ്രിയ ദൈവമകനാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട സാജുവിനെ വെൽക്കം ചെയ്യുകയാണ്. ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ദൈവം സഹായിപ്പാനിടയായിത്തീരട്ടെ. അപ്പം ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ലൈഫിൽ അല്ലേ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ട് ഇനിയും നമുക്ക് സാക്ഷ്യം ജീവിതാനുഭവങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം മുമ്പോട്ടുള്ള സമയം ഞാൻ പ്രിയപ്പെട്ട സജുവിന് നൽകുകയാണ്. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ. ക്രിസ്തുയേശുവിന്റെ സാക്ഷ്യ നിമിത്തമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യം തന്നെ എന്നെ ഈ ചാനലിലേക്ക് ക്ഷണിച്ച ഫിന്നി പാസ്റ്റർക്ക് ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഈ ചാനലിനെ കുറിച്ച് വളരെ കേൾക്കുകയും ഇതിലെ വീഡിയോകൾ സ്ഥിരമായി ഞാൻ കാണും. എന്റെ ടെസ്റ്റ് മണി കേട്ടിട്ട് എന്നെ ഫിന്നി പാസ്റ്റർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഷിബിൻ ബ്രദറിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എന്റെ പേര് സാജു മാത്യു, സ്വദേശം പരുമലയാണ്. ഇന്ന് ദൈവം അയക്കുന്ന ചർച്ചകളിൽ പോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു. അല്പസമയം എന്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. ഞാൻ ജനിച്ചപ്പോഴേ പല ശാരീരിക ബുദ്ധിമുട്ടുകളോടെയാണ് ഞാൻ ജനിച്ചത്. അതായത് അര മുതൽ താഴേക്ക് തളർന്നവനായിട്ടാണ് ഞാൻ ജനിച്ചത്. മാത്രമല്ല ജനിച്ചപ്പോൾ തന്നെ തലവീക്കം എന്ന് പറയുന്ന അവസ്ഥയോടെയാണ് ഞാൻ ജനിച്ചത്. കൂടാതെ എന്റെ പുറകിൽ അവസാനത്തെ കശേരുവിനോട് ചേർന്ന് തക്കാളി വലുപ്പത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടുത്തെ തോൽമുട്ട എപ്രകാരമാണോ അതുപോലെ മൃദുവായ തൊലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത്രയും ശാരീരിക ക്ലേശങ്ങളോടെയാണ് ഞാൻ ജനിക്കുവാൻ ഇടയായത്. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എന്റെ ചികിത്സകളൊക്കെയും നടന്നത്. ഞാൻ ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകളോടെ ജനിച്ചത് കൊണ്ട് തന്നെ എന്റെ ജനന സമയത്ത് ഡോക്ടർമാർ പ്രധാനമായും 3 വിധികളാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. ഒന്ന്, ജനിച്ച് പോകുമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. രണ്ടാമത്, ഞാൻ ഒരു മന്ദബുദ്ധിയായി തീരുമെന്ന് ഡോക്ടർമാർ എന്നെ കുറിച്ച് വിധി പറഞ്ഞു. മൂന്നാമത്, ഞാനൊരു ഡോക്ടർമാർ എന്നെ കുറിച്ച് വിധി പറഞ്ഞു. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്തു സംഭവിച്ചു എന്ന് കേൾക്കണമോ? ആദ്യം തന്നെ ഞാൻ ജനിച്ച് 3 ദിവസത്തിനകം മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചികിത്സിച്ച ഡോക്ടർ എഴുതിയ വിധിയെ സൃഷ്ടിച്ച ദൈവം മാറ്റി എഴുതുവാൻ ഇടയായി. 3 ദിവസത്തിനകം ഞാൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്ത് ഇത്രയും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് മോശയുടെ ജീവിതമാണ്. നദിയിലിട്ട് അവനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വെല്ലുവിളികൾ ഉണ്ടാകുവാൻ ഇടയായി. എങ്കിലും മോശയുടെ പ്രാണനെ ദൈവം സൂക്ഷിച്ചു. അതുപോലെ എന്റെ പ്രാണന് വിരോധമായി ജനനസമയത്ത് തന്നെ ശത്രു വെല്ലുവിളി ഉയർത്തിയെങ്കിലും എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് എന്റെ പ്രാണനെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ ദൈവം സൂക്ഷിച്ചു. രണ്ടാമതായി, ഞാൻ ഒരു മന്ദബുദ്ധിയാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് അവരുടെ വിധികളെ ഒക്കെ മാറ്റി എഴുതിക്കൊണ്ട് +2 കഴിഞ്ഞ് ഉപരിപഠനം ചെയ്യുവാനും ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി. പ്രിയമുള്ള ദൈവവൈതലേ, വൈദ്യശാസ്ത്രം നിന്നെ കുറിച്ച് മാറ്റി നിന്നെ ഒരു അത്ഭുതമാക്കാൻ കഴിയുന്ന ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി, ഞാനൊരു ബെഡ് പേഷ്യന്റ് ആകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു. എന്നാൽ ഇന്ന് ദൈവം അയക്കുന്ന സഭകളിൽ അവരുടെ ക്ഷണം സ്വീകരിച്ച് തനിയെ ഓട്ടോ പിടിച്ചു പോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർമാർ അപ്രകാരം എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകും എന്നൊക്കെ ഒരുപക്ഷെ ലോകം എന്നെ കുറിച്ച് ചിന്തിച്ചിരുന്നേക്കാം. എന്നാൽ ഇന്ന് അനേകർക്ക് ഒരു അനുഗ്രഹമാകുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, മനുഷ്യർ നിന്നെ കുറിച്ച് എഴുതിയ
പിന്നെ അനുഗ്രഹപൂർണ്ണമാക്കുന്നവനാണ് നീ സേവിക്കുന്ന ദൈവം. എബേസിന്റെ ജനന സമയത്ത് ദുഃഖത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ ദുഃഖപുത്രൻ എന്ന അർത്ഥമുള്ള എബേസ് എന്ന് പേരിടുവാൻ ഇടയായി. എന്നാൽ അവൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായപ്പോൾ അവന്റെ പേരിൽ ഒരു പട്ടണം തന്നെ അറിയപ്പെടത്തക്കവണ്ണം ദൈവം അവനെ മാനിപ്പാൻ ഇടയായി. അവന്റെ സഹോദരന്മാരെക്കാൾ അവൻ മാനിക്കപ്പെടുവാൻ ഇടയായി. ആ ദൈവം നിനക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ അവസ്ഥ ഇപ്രകാരം. എന്റെ ചികിത്സ സംബന്ധിച്ച് ഡോക്ടർമാർ 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്നാമതായി എന്റെ തല ഷഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുറകിലുള്ള ആ മുഴ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എന്നാൽ തല ഷഡ് ചെയ്ത അനേകം കുട്ടികൾ ആ ദിവസങ്ങളിൽ മരിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്ന എന്റെ മാതാപിതാക്കൾ എന്റെ തല ഷഡ് ചെയ്യുവാൻ അനുവദിച്ചില്ല. എന്റെ മാതാപിതാക്കൾ ദൈവം അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം എന്റെ തലയെ സൗഖ്യമാക്കി. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ. താൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമത്രേ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 1 മാസം പ്രായമുള്ളപ്പോൾ എന്റെ തല ഏകദേശം 52 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അന്നത്തെ തലയാണ് ഇപ്പോഴുമെന്ന് എന്റെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ തലയുടെ വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ പുറകിലുണ്ടായിരുന്ന ആ മുഴ നിമിത്തം ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ആ ദിവസങ്ങളിലൊന്നും ഞാൻ ഉറങ്ങാറേ ഇല്ലായിരുന്നു. എപ്പോഴും കരച്ചിലായിരുന്നു എന്നാണ് എന്റെ മാതാവിനോട് പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ കരയുമ്പോൾ പുറകിൽ ആ വെള്ളം കെട്ടിക്കിടന്ന അതുപോലെ പുറകിൽ ഉള്ള ആ മുഴയിൽ വെള്ളം കെട്ടിക്കിടന്നതിനാൽ എനിക്ക് മലന്ന് കിടക്കാനൊന്നും കഴിയുമായിരുന്നില്ല. ഒന്നെങ്കിൽ കമെന്നോ മാത്രമേ എനിക്ക് കിടക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ പുറകിലുള്ള ആ മുഴ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ വീട്ടുകാർ തീരുമാനിച്ചു. എന്നാൽ ഇതിനിടയിൽ ഒരു ദിവസം ആ മുഴ പോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തെ തൊലി പൊട്ടി വെള്ളം പുറത്തേക്ക് വരുവാൻ ഇടയായി. അതിനാൽ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ മുറിവ് ഉണങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മുറിവിനുള്ള മരുന്നുകൾ നൽകി എന്നെയും മാതാപിതാക്കളെയും ഭവനത്തിലേക്ക് അയപ്പാൻ ഇടയായി. ഇങ്ങനെ ആ മുഴ പൊട്ടി വെള്ളം വരുന്നത് നിമിത്തമായി ഇൻഫെക്ഷൻ ഉണ്ടാവുകയും മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും എന്റെ പ്രാണന് ഹാനി വരാതെ 2ാം തവണയും ദൈവം എന്നെ അത്ഭുതകരമായി സൂക്ഷിച്ചു. തിരുവെഴുത്ത് പറയുന്നത് പോലെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് പദ്ധതിയുള്ള ഒരു വ്യക്തിയാണോ നീ? നിന്റെ പ്രാണന് വിരോധമായി ശത്രു എത്രയൊക്കെ പോരാടിയാലും നിന്റെ പ്രാണന് ഒരു ദോഷവും ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ശാരീരിക അവസ്ഥ ഉണ്ടായത് കൊണ്ട് തന്നെ എന്നെ കുളിപ്പിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. സ്പിരിറ്റിൽ തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ റേഡിയോയിലൂടെ യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട് എന്ന പാട്ട് കേൾപ്പാൻ ഇടയായി. അത് കേട്ടപ്പോൾ ദൈവാത്മ പ്രേരിതയായി എന്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ തൊലി പൊട്ടി പുറത്തേക്ക് വെള്ളം വരുന്ന ആ ഭാഗത്ത് ദൈവം സൗഖ്യമായിപ്പാൻ ഇടയായി. അങ്ങനെ ആ മുറിവ് പൂർണ്ണമായി സൗഖ്യമായി. മാത്രമല്ല, മറ്റൊരു അത്ഭുതം കൂടെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. തോൽമുട്ട പോലെ ഉണ്ടായിരുന്ന അവിടുത്തെ തൊലി, നമ്മുടെ കൈവെള്ളയിലെ തൊലി, അത് എപ്രകാരം കട്ടിയുള്ളതാണോ അതുപോലെ കട്ടിയുള്ളതായി തീർന്നു. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിലൂടെ ചെയ്തിട്ടുണ്ട്. തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ എല്ലാ കഷ്ടതയുടെ അനുഭവങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റിയവനാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഇന്നൊരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്നത് കഷ്ടതയുടെ അവസ്ഥയിൽ കൂടെ ആയിരിക്കാം. എന്നാൽ ആ കഷ്ടതയുടെ അവസ്ഥയും അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് എന്റെ അനുഭവത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വീണ്ടും ആശുപത്രിയിലേക്ക് പോയി ആ മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയുവാൻ ഇടയായി. അത് കഴിഞ്ഞ് വന്നു. എനിക്ക് ഏകദേശം 4 മാസം പ്രായമായപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൺവെൻഷൻ നടക്കുവാൻ ഇടയായി. ഞങ്ങൾ മേരിക്കോവിന്റെ ചർച്ചിലെ വിശ്വാസികളാണ്. എനിക്ക് ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അന്ന് എന്റെ മാതാവ് എന്നെയും കൊണ്ട് ഏറ്റവും പുറകിൽ ഇരുന്നു കൊണ്ടാണ് ആ കൺവെൻഷനിൽ പങ്കെടുത്തത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള പ്രവചന ശബ്ദം അന്ന് പ്രസംഗിച്ച പാസ്റ്ററിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം സംസാരിച്ചു. ഹാഗാറിനെ പോലെ കുട്ടിയുടെ മരണം കാണാൻ വയ്യാന്ന് പറഞ്ഞു കുറുംകാട്ടിൽ എറിയപ്പെട്ട
വ്യക്തിയെ, മോശയെ പോലെ ഞാൻ നിനക്ക് തിരികെ തരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രവചിച്ച പാസ്റ്റർക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടാ, ഞങ്ങളെ അദ്ദേഹത്തിന് കാണാൻ കഴിയാത്ത വിധം ഞങ്ങൾ മറ്റൊരു മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. എങ്കിലും ദൈവത്തിന് ഒന്നും മറവല്ലോ. അങ്ങനെ കേട്ട ആ ദൂത് എന്റെ മാതാപിതാക്കൾക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. കാരണം എനിക്ക് 3 ദിവസത്തിനുള്ളിൽ ജനിച്ച് ഞാൻ 3 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് കരുതി, കൂടാതെ തുടർന്നുള്ള ചികിത്സാ സമയത്തും മരണത്തോട് മല്ലിടിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ കേട്ട ആ ദൈവശബ്ദം എന്റെ മാതാപിതാക്കൾക്ക് എത്ര ആശ്വാസമായിരുന്നുവെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ ദിനങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. എനിക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും, എന്നാൽ എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ കോവൂർ ചർച്ചിലെ ഒരു വീട്ടിൽ ഭവന പ്രാർത്ഥനയ്ക്ക് പോകുവാൻ ഇടയായി. എനിക്ക് ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭവനത്തിലെ മറ്റൊരു മുറി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി. അവിടെ ഇരുന്നു കൊണ്ട് എന്റെ മാതാവും ഞാനും ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസി തന്റെ ശുശ്രൂഷ വേളയിൽ ഇപ്രകാരം ഒരു ദൂത് വിളിച്ചു പറഞ്ഞു: ഒരു മാതാവ് ഇവിടെ തളർന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ട്, എന്നാൽ ഞാൻ അവന് മാൻപേടയ്ക്ക് തുല്യമായ കാലുകളെ കൊടുക്കുമെന്ന്. ആ ദേവദാസ് ഞങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾ മറ്റൊരു മുറിയിൽ ഇരുന്നു കൊണ്ടാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. എന്നാൽ ദൈവാത്മാവിൽ പ്രവചിച്ച ആ ദൂത് തക്ക സമയത്ത് നിവൃത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. നമുക്കറിയാം, ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്ത നിവൃത്തിക്കായി വിശ്വാസത്തോടെ കാത്തിരിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തിരുവെഴുത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. അതായത് ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നാൽ അതിന്റെ അർത്ഥം അത് അപ്പോൾ തന്നെ നിവൃത്തിയാകുമെന്നല്ല, മറിച്ച് വാഗ്ദത്തം ചെയ്ത ദൈവത്തിനറിയാം അത് എപ്പോൾ നിവർത്തിക്കണമെന്നും എങ്ങനെ നിവർത്തിക്കണമെന്നും. അത് കേൾക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ അതിനായി കാത്തിരിക്കുക എന്നത്രേ. അതിനായി ഓരോ ദൈവമക്കൾക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് പോയി. ഇതിനിടയിൽ പല ശാരീരിക അവസ്ഥകളും പിന്നീട് എന്റെ ശരീരത്തിൽ വന്നു. ഇവയിൽ പലതിലും ദൈവം എനിക്ക് വിടുതലും തന്നു. എന്നാൽ ഇപ്പോഴും പല ശാരീരിക അവസ്ഥകളും എന്റെ ശരീരത്തെ വേദനിപ്പിക്കാറുണ്ട്. എങ്കിലും എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ ദൈവം കൃപ നൽകി ഓരോ ദിവസവും എന്നെ മുന്നോട്ട് നയിക്കുന്നു. നാളിതുവരെ പലതവണ എന്റെ പ്രാണന് വിരോധമായി ശത്രു വെല്ലുവിളി ഉയർത്തി. എങ്കിലും ദൈവം അതിൽ നിന്നൊക്കെയും എന്നെ വിടുവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പല ശാരീരിക ബുദ്ധിമുട്ടുകളും അര മുതൽ താഴേക്ക് തറന്നതായതുകൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ പലതിലും ദൈവം എനിക്ക് വിടുതലും തന്നിട്ടുണ്ട്. അവയിലൊന്ന്, ദൈവം നൽകിയ ഒരു വിടുതൽ ദൈവനാമ മഹത്വത്തിനായി നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അര മുതൽ താഴേക്ക് തടർന്നതാകൊണ്ട് അരയ്ക്ക് താഴേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. അത് നിമിത്തം വളരെ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അതായത് കാലിന്റെ ഭാഗത്ത് ഒരു സ്പർശനം ശരിയായ രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേദന അറിയത്തില്ല. കാലിൽ ഒരു മുറിവ് വന്നാൽ അതുണ്ടായതായി അറിയാത്തത് കൊണ്ട് തന്നെ അത് ഇൻഫെക്ഷനും അതുമായി ബന്ധപ്പെട്ട പനിയും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച് ശരീരം പരിശോധിക്കുമ്പോഴായിരിക്കും ആ മുറിവ് കണ്ടെത്താൻ കഴിയുക. മാത്രമല്ല, അരയ്ക്ക് താഴേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ട് ഒരു മുറിവുണ്ടായാൽ അത് ഹീലാവാൻ വർഷങ്ങൾ എടുക്കും. എനിക്ക് ആദ്യമായി ഒരു വീൽ ചെയർ ലഭിക്കുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതുവരെ ഞാൻ മുട്ടിലെഴഞ്ഞ നിമിത്തമായി ഒത്തിരി മുറിവുകൾ എന്റെ കാലിൽ ഉണ്ടാകുവാനിടയായി. അതിൽ എടുത്തു പറയേണ്ടത് എന്റെ 2 കാലിന്റെയും പത്തിയിലുണ്ടായ മുറിവുകളാണ്. ഇവ ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ 2 കാലിലുമുണ്ട്. ഏകദേശം 20 വർഷത്തോളം എടുത്താണ് ആ മുറിവുകൾ പൂർണ്ണമായും സൗഖ്യമായത്. ഞാൻ പറഞ്ഞല്ലോ, സ്പർശനത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ മുറിവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക വേദന ഉണ്ടാവാറില്ല. എന്നാൽ ആ മുറിവ് ഇൻഫെക്ഷൻ ആയി കഴിയുമ്പോൾ കാൽ വിങ്ങുന്നത് പോലെ അതികഠിനമായി വേദന അനുഭവിക്കുവാൻ ഇടയാവും. ഇങ്ങനെ അനവധി വർഷങ്ങൾ ഞാൻ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവം അതിൽ നിന്നൊക്കെയും 2019 എനിക്ക് വിടുതൽ തന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 6 വയസ്സായപ്പോൾ എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കുവാൻ ഇടയായി. ഡിസബിൾ ആയവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളിലല്ല, മറിച്ച് സാധാരണ സ്കൂളിൽ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്ത ആ മാസം തന്നെ എന്റെ പിതാവ് തന്റെ വേല തികച്ച് സ്വർഗസ്നായ പിതാവിന്റെ അടുക്കൽ ചേർക്കപ്പെടുവാൻ ഇടയായി. ബൈബിൾ കോളേജിൽ പഠിച്ചതിനും APC
സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് എൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് നല്ല പിതാവായി എന്നോട് കൂടെ ഇരുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും താൻ ഇന്നയോളം മതിയായവനായിരുന്നു. ഒരുപക്ഷെ പിതാവില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടാവാം. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ലോകപ്രകാരം നോക്കിയാൽ ഒരു പിതാവില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് നല്ല പിതാവായി കൂടെയുണ്ട്. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും താൻ മതിയായവനത്രേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവിന്റെ മരണശേഷം എൻ്റെ അമ്മയുടെ പിതാവ് ഞങ്ങളെ പരിമലയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പിതാവിന്റെ മരണശേഷം ദൈവം എൻ്റെ മാതാവിനെ കൃപാവരങ്ങളായി നിറച്ചു. അന്ന് മുതൽ എൻ്റെ മാതാവിനെ ശുശ്രൂഷയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നതോർത്ത് ഈ അവസരത്തിൽ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ മാതാവ് ബൈബിൾ കോളേജിൽ പഠിച്ച അനന്തരമാണ് വിവാഹസ്ഥയാകുവാൻ ഇടയായത്. എൻ്റെ പിതാവിന്റെ മരണശേഷം ഞങ്ങൾ പരിമലയിലേക്ക് വന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ എന്നെ ആദ്യമായി ചേർത്ത സ്കൂളിൽ 30 ദിവസം പഠിക്കുവാനാണ് എനിക്ക് ഭാഗ്യമുണ്ടായത്. പിന്നെ പരിമലയിൽ ഒരു സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എൻ്റെ പിതാവിന്റെ ഹെർക്കുലീസ് സൈക്കിളിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോയാണ് എൻ്റെ മാതാവിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം, ഹെർക്കുലീസ് സൈക്കിളിനൊക്കെ ക്രോസ് ബാർ ഉണ്ടായിരുന്നു. അത് അപ്രകാരം അതിന് ക്രോസ് ബാർ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കയറിയിരുന്ന് ചവിട്ടുക എൻ്റെ മാതാവിന് ബുദ്ധിമുട്ടായിരുന്നു. എന്നെ പഠിപ്പിക്കുക എന്നത് അതീവ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നതാൽ എന്നെ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കാനേ എൻ്റെ മാതാവിന് പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വീൽ ചെയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആഹാരം കഴിക്കുന്നതിന് പിൻപും കൈ കഴുകാനും മറ്റും ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മോനെ എഴുത്തും വായനയൊക്കെ പഠിച്ചല്ലോ, ഇത് മതി, അമ്മയ്ക്ക് തുടർന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വയ്യ എന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവന്റെ പിതാവിനോട് പറഞ്ഞു, സജീവനെ സ്കൂളിൽ വിടാൻ അവന്റെ അമ്മയോട് പറ, ഞാൻ അവന്റെ കാര്യമൊക്കെ നോക്കിക്കൊള്ളാമെന്ന് അവന്റെ പിതാവിനോട് പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം അത് എൻ്റെ മാതാവിനോട് പറഞ്ഞു. തൻ നിമിത്തമായിട്ട് എന്നെ തുറന്നു പഠിപ്പിക്കാൻ എൻ്റെ മാതാവ് തീരുമാനിച്ചു. കാരണം ഞാൻ ഓർപ്പിച്ചുവല്ലോ, എനിക്ക് ആ കാലഘട്ടത്തിലൊന്നും ഒരു വീൽ ചെയർ ഇല്ലാത്തത് കൊണ്ട് ആഹാരം കഴിക്കുന്നതിന് മുൻപും അതിനുശേഷവും കൈ കഴുകാനും മറ്റു കാര്യങ്ങൾക്കും ഒരാളുടെ സഹായം ആവശ്യമായിരുന്നു. അതുകൂടാതെ യാത്രയുടേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതിന്റെ ശേഷം എൻ്റെ മാതാവ് ഒരു ലേഡി ബേർഡ് സൈക്കിൾ വാങ്ങി അത് ചവിട്ടാൻ പഠിച്ചു. അങ്ങനെ 5ാം ക്ലാസ് മുതൽ തുടർന്ന് പഠിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എൻ്റെ മാതാവിനേക്കാൾ അധികമായി എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നതോർത്ത് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ കണ്ട് ഒരുപക്ഷെ നമ്മൾ പലതിനും ഒരു പരിധി വെച്ചേക്കാം. എന്നാൽ നിന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ പദ്ധതിയുള്ളവനാണ് നീ സേവിക്കുന്ന ദൈവം. ആ ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. കാരണം എൻ്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അത്രയധികം ദൈവിക കരുതൽ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനത്രയെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനന്തരം ഒരു 2 വീലർ വാങ്ങാൻ എൻ്റെ മാതാവിന് ദൈവം കൃപ ചെയ്തു. പിന്നീട് അതിലാണ് എൻ്റെ മാതാവിനെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും എൻ്റെ മാതാവ് ശുശ്രൂഷയ്ക്ക് പോയിട്ട് വരാൻ 4 മണി കഴിയും. എന്നാൽ നമുക്കറിയാം, 4 മണിയാകുമ്പോൾ സാധാരണ സ്കൂൾ വിടും. എന്നാൽ എൻ്റെ മാതാവ് വരുന്നത് വരെ എൻ്റെ 3 സുഹൃത്തുക്കൾ എന്നോടുകൂടെ ഇരിക്കുമായിരുന്നു. എൻ്റെ മാതാവ് വന്ന ശേഷം മാത്രമേ അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകത്തുള്ളായിരുന്നു. എൻ്റെ ആ അവസ്ഥയിലും എന്നെ നന്നായി നോക്കാൻ 3 സുഹൃത്തുക്കളെ ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിടുന്നതിന് മുമ്പേ അതിനെ ജയിപ്പാൻ വേണ്ട കരുതലുകളെ ഒരുക്കുന്നവനാണ് നീ സേവിക്കുന്ന ദൈവം. ഇവിടെ എൻ്റെ മാതാവിന് ശുശ്രൂഷയ്ക്ക് പോയിട്ട് കൃത്യം 4 മണിക്ക് തന്നെ വരാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി 3 സുഹൃത്തുക്കളെ ദൈവം ഒരുക്കുവാൻ ഇടയായി. കിരീടത്തോട് പറ്റിയപ്പോൾ ഏലിയാവിന് വേണ്ടി ഒരു സറേഖ തുരിക്കതുപോലെ ദൈവത്തിന് സ്തോത്രം. അതുവരെ ഞങ്ങൾ താമസിച്ചത് എൻ്റെ അമ്മയുടെ പിതാവിന്റെ ഭവനത്തിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരച്ചായൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കോളനി പോലെ ഒരു കോമ്പൗണ്ടില് കുറച്ച് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ പോയി പാർക്കാൻ ദൈവം ഞങ്ങൾക്കും അവസരങ്ങളെ ഒരുക്കി. അങ്ങനെ വീടുമാറ്റമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്കൂളിൽ ചേർന്ന് പഠിപ്പാനും ദൈവം അവസരം ഞങ്ങൾക്ക് തന്നു. ആ കോളനിയിലെ ഒരു വീടും ആർക്കും സ്വന്തമായി കൊടുക്കത്തില്ലായിരുന്നു. എന്നാൽ വാടക കൊടുക്കാതെ അവിടെ നമുക്ക് പാർക്കാമായിരുന്നു. അവിടെ ഏകദേശം 5 വർഷത്തോളം പാർക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങൾ ആ കോളനിയിലായിരിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ ഓടിച്ചാടി നടക്കുമ്പോൾ എനിക്ക് അത് കണ്ടിട്ട് അങ്ങനെ കഴിയാത്തതിൽ ഒത്തിരി ഞാൻ ദുഃഖിച്ചു. ഇത് കണ്ട എൻ്റെ മാതാവ് എന്നോട് എന്തു പറയണമെന്നറിയാതെ
വിഷമിച്ചു പോയെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ അമ്മയോട് എന്റെ മാതാവിനോട് ഇപ്രകാരം സംസാരിച്ചു: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്നുള്ള ആ വചനം എന്റെ മാതാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാൻ ഇടയായി. ആ വചനത്തിലൂടെ ആ ചെറുപ്രായത്തിൽ തന്നെ എന്റെ മാതാവ് എന്നെ ഉറപ്പിക്കുവാൻ എന്റെ ദൈവം എന്റെ മാതാവിന് കൃപ കൊടുത്തു. ആ വചനം എന്റെ ജീവിതത്തിൽ ഏറെ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. ആ കാലഘട്ടം മുതൽക്ക് തന്നെ അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ദൂത് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളവനാണെന്നാണ്. അതിനാൽ അതിനനുസരിച്ച് എന്നെ വളർത്തുവാൻ ദൈവം എന്റെ മാതാവിന് കൃപ കൊടുത്തു. എന്റെ മാതാവ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ പലപ്പോഴും അനേകം മിഷണറിമാരുടെ ജീവചരിത്രമുള്ള ബുക്കുകൾ കൊണ്ട് തരുമായിരുന്നു. അതൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ പ്രചോദിപ്പിക്കുന്ന തരം ബുക്കുകളായിരുന്നു. അവയിൽ ചിലത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഒന്ന് D.L. മൂഡിയുടെ ജീവചരിത്രം, അതുപോലെ തന്നെ ജോർജ് മുള്ളറിന്റെ ജീവചരിത്രം, വില്യം കെറിയുടെ ജീവചരിത്രം, ഇങ്ങനെ നിരവധിയായ ബുക്കുകൾ. ഈ ബുക്കുകൾ ഞാൻ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുകയാണ്. ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിച്ച മൂഡിയെ മനുഷ്യനെ പിടിക്കുന്നവനാക്കിയ ഒരു ദൈവത്തെ നമുക്ക് D.L. മൂഡിയുടെ ജീവിതത്തിൽ കാണാം. ഷാജി ജോൺ മാച്ച് സാറ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 20 ലക്ഷത്തോളം ആളുകളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ D.L. മൂഡിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ പ്രാർത്ഥനയിലൂടെ സകലവും സാധ്യമാണെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി തന്റെ കുടുംബത്തെ വരെ നഷ്ടമാക്കേണ്ടി വന്ന ഒരു മിഷണറിയാണ് വില്യം കേറി. ഇതുപോലെയുള്ള വിവിധങ്ങളായ ബുക്കുകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഇവയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒക്കെയും ശ്രേഷ്ഠകരമായ വിജയം ദൈവം എനിക്ക് തന്നു. എന്റെ 7ാം ക്ലാസ് മുതൽക്ക് തന്നെ എന്റെ മാതാവിനോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്റെ പിതാവ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആശ്രയിപ്പാൻ ആരുമില്ലായിരുന്നത് കൊണ്ട് തന്നെ ആവശ്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ എന്റെ മാതാവ് എന്നെ പരിശീലിപ്പിച്ചു. ഇത്രയും ദൈവഭക്തിയായ മാതാവിനെ ഓർത്ത് ഞാൻ ഈ അവസരത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിലൂടെയൊക്കെയും ദൈവം ഞങ്ങളെ നടത്തിയത് കൊണ്ട് തന്നെ ഏത് വിഷയവും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കാം എന്ന ഒരു വിശ്വാസം ദൈവം തന്നു. പ്രിയമുള്ള ദൈവമക്കളെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരെ ലജ്ജിച്ചു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ലെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഏറ്റവും ചെറിയ കാര്യത്തിലും ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനും ആയിരുന്നു. എനിക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തക്ക സമയത്ത് എത്തി. ഇക്കാലം അത്രയും ഞാൻ മുട്ടിലഴഞ്ഞാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തോട് പറ്റിയിരിക്കുന്നവന്റെ അവസ്ഥയും സ്ഥിതിയും മാറ്റുന്ന ദൈവം എന്റെ അവസ്ഥയും എന്റെ സ്ഥിതിയും മാറ്റി. ആ വർഷം എന്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവം എനിക്കൊരു വീൽ ചെയർ തരുവാൻ ഇടയായി. ഇലക്ട്രിക് വീൽ ചെയർ അല്ല, മറിച്ച് മാനുവലായിട്ടുള്ള ഒരു വീൽ ചെയർ ആണ് ദൈവം എനിക്ക് തന്നത്. സെൽഫ് പ്രൊപ്പൽ വീൽ ചെയർ എന്നാണ് ആ കാറ്റഗറിയിലുള്ള വീൽ ചെയറിനെ അറിയപ്പെടുന്നത്. അപ്രകാരം ഒരു വീൽ ചെയർ ആ വർഷം ദൈവം എനിക്ക് തന്നു. എന്നെ പോലെയുള്ളവർക്ക് സൗജന്യമായി വീൽ ചെയർ കൊടുക്കുന്ന സംഘടനയായ സത്യം മിനിസ്ട്രീസ് മുഖാന്തരമാണ് എനിക്ക് ആ വീൽ ചെയർ ദൈവം നൽകിയത്. 5 വർഷം ആ കോളനിയിൽ പാർത്തനന്തരം ദൈവം ഞങ്ങൾക്ക് പരിമലയിൽ തന്നെ മെയിൻ റോഡിൽ അല്പം സ്ഥലം നൽകുവാൻ ഇടയായി. അനേക ദൈവമക്കളുടെ സഹായത്തോടെ അവിടെ ഒരു കൊച്ചു വീട് വെക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇവിടെ എന്റെ സ്കൂള് വീടിനടുത്തായിരുന്നത് കൊണ്ട് വീൽ ചെയറിലായിരുന്നു ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഹൈസ്കൂൾ പഠനശേഷം അതേ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ചെയ്യുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വീൽ ചെയറിൽ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വീടിനോടടുത്തപ്പോൾ എന്റെ വീൽ ചെയറിൽ ഒരു കാർ വന്നിടിക്കുവാൻ ഇടയായി. എന്നെ ഇടിച്ചനന്തരം മറ്റൊരു മതിലിടിച്ചാണ് ആ കാർ നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ വീൽ ചെയറിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുവാൻ ഇടയായി. എന്നാൽ അവിടെയും ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു കേട്ടോ. ഒരേ സമയം 2 വശത്തേക്കും ബസ്സുകൾ പോകുന്ന റോഡാണെങ്കിലും ആ സമയം മറ്റൊരു വണ്ടിയും വരാതെ ദൈവം സൂക്ഷിച്ചു. കൈമുട്ടില് ദൈവം രക്ഷിച്ചതിന്റെ അടയാളം എന്നോണം അല്പം തൊലിപ്പോയി എന്നതൊഴിച്ചാൽ മറ്റൊരു ദോഷവും എനിക്ക് വരാതെ ദൈവം എന്നെ അത്ഭുതകരമായി സൂക്ഷിച്ചു. എന്നാൽ ഇടിയുടെ ആഘാതത്തിൽ വീൽ ചെയർ പൂർണ്ണമായും തകർന്നുപോയി. അനന്തരം ഞാൻ മുട്ടിലഴഞ്ഞാണ് ഭവനത്തിലേക്ക് വരുവാൻ ഇടയായത്.
ആ വീൽ ചെയർ കണ്ടാൽ അതിലിരുന്ന ആള് ജീവനോടുണ്ടെന്ന് പോലും പറയില്ല. അത്രയ്ക്കും പൂർണ്ണമായി ആ വീൽ ചെയർ തകർന്നു പോകുവാൻ ഇടയായി. സംഭവം അറിഞ്ഞ് നാട്ടുകാരൊക്കെ വന്നപ്പോൾ ഒരു ദോഷവും ഭവിക്കാതെ ഇരിക്കുന്ന എന്നെയാണ് കണ്ടത്. എനിക്ക് ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് ഒന്നേ പറയാനുള്ളൂ ദൈവമക്കളെ, ഒരു ദോഷവും ഭവിക്കാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. തിരുവെഴുത്ത് പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവപൈതലേ, ദൈവത്തിന് പദ്ധതിയുള്ള നിനക്ക് വിരോധമായി ശത്രു എത്ര പദ്ധതി ഒരുക്കിയാലും യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം എറിഞ്ഞ് അവരെ വിടുവിക്കുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നിന്നെ സൂക്ഷിപ്പാൻ ഇടയാകും. ദുഷ്ടൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിനക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു മാറുവാൻ ഇടയാകും. നിനക്ക് വിരോധമായുള്ള ശത്രുവിന്റെ പദ്ധതികൾ തകർന്നു മാറുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ മാസങ്ങൾ മുന്നോട്ട് പോയി. എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടക്കുവാൻ ഇടയായി. ആ പ്രാർത്ഥനാനന്തരം അന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ദൈവദാസി രക്ഷിക്കപ്പെടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുവാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആ ദൈവദാസി എനിക്ക് രക്ഷാവാചകം ചൊല്ലിത്തരികയും അന്നേ ദിവസം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആ കാലഘട്ടം മുതൽക്ക് ധാരാളമായി ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവം പ്രത്യേകമായി കൃപ തന്നു. അധികം കഴിയുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ കടന്നു വന്നു. എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ദൈവശക്തിയാൽ ഞാൻ നിറയപ്പെടുകയും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്നാനപ്പെടണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഇടയായി. എന്നാൽ എങ്ങനെ സ്നാനപ്പെടുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാരണം ഞങ്ങളുടെ ചർച്ച് പമ്പാ നദിയുടെ അടുത്താണ്. അവിടെയാണ് സാധാരണയായി എല്ലാവരെയും സ്നാനപ്പെടുത്തുന്നത്. എന്നാൽ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ സ്നാനക്കുളത്തിൽ എന്നെ കൊണ്ടുപോയി സ്നാനപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു സഭയുടെ സ്നാനക്കുളത്തിൽ വെച്ച് സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ കാലഘട്ടത്തിൽ എന്തെന്നില്ലാത്ത സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാനും അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പങ്കിടണമെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തെ മതിക്കുവാനും ഇടയായി. തൽഫലമായി രാവിലെ വീൽ ചെയറിൽ പുറത്തിറങ്ങി വീട്ടിൽ പത്രമിടാൻ വരുന്ന ആൾക്കും മറ്റും സുവിശേഷ ലഘുലേഖ കൊടുക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാനൊരു വീൽ ചെയർ യൂസർ ആയതുകൊണ്ടായിരിക്കണം ആളുകൾ ഒരെതിർപ്പും കൂടാതെ അവ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. അതിനുശേഷം ദൈവവിഷയം സംബന്ധിച്ച് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ A4 സൈസ് പേപ്പറിൽ എഴുതി എൻ്റെ സുഹൃത്തുക്കൾക്ക് വായിക്കാൻ കൊടുക്കുന്ന സ്വഭാവം അന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് സൺഡേ സ്കൂൾ പഠിച്ചിരുന്നത് കൊണ്ട് അതിൽ നിന്നറിഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിണക്കിയാണ് ആ ചിന്തകൾ എഴുതി എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ വായിക്കാൻ കൊടുത്തത്. എൻ്റെ +2 പഠനത്തിന് ശേഷം ഉപരിപഠനം ചെയ്യുവാനും ദൈവം എനിക്ക് അവസരങ്ങളെ നൽകി. ഈ കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ 2 വീലറിലാണ് എന്നെ ഉപരിപഠനത്തിനായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ യാത്രയിൽ പലപ്പോഴും ഞങ്ങൾ വണ്ടിയുമായിട്ട് റോഡിൽ വീണിട്ടുണ്ട്. എന്നാൽ എന്നെ തിരികെ വണ്ടിയിലേക്ക് എടുത്തു വെക്കുവാൻ എൻ്റെ മാതാവിന് കഴിയാത്തത് കൊണ്ട് പലപ്പോഴും ആരെങ്കിലും അതുവഴി സഹായത്തിനായി വരുന്നത് വരെ ഞങ്ങൾക്ക് അവിടെ തന്നെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗ്രാമപ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എങ്കിലും തക്ക സമയത്ത് അതിനു വേണ്ട ആളുകളെയൊക്കെ ദൈവം ഒരുക്കി. പഠനശേഷം ഒരു ജോലിയിൽ പ്രവേശിപ്പാനും ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ അധിക നാൾ ആ ജോലിയിൽ തുടരാൻ എനിക്ക് കഴിഞ്ഞില്ല. മറ്റു ചില ശാരീരിക അവസ്ഥകൾ എൻ്റെ ശരീരത്തിൽ ഉടലെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ മറ്റു ചില ശാരീരിക പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുവാൻ ഇടയായി. അങ്ങനെ ശാരീരിക അവസ്ഥ മോശമായതിനെ തുടർന്ന് ഭവനത്തിലായിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം എന്നെ വ്യക്തമായി ദർശനത്തിലൂടെ അറിയിക്കുവാൻ ഇടയായി. കൂടാതെ ആ ദിവസങ്ങളിൽ നടന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഭവനത്തിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ ദൈവാത്മാവ് എന്നോട് ശക്തമായി സംസാരിച്ചു. ഇത് കൂടാതെ ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കുവാനും ആ ദിവസങ്ങളിൽ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. തുടർന്നും അനേക പ്രാവശ്യം പ്രാർത്ഥനാ സമയത്ത് ദർശനത്തിൽ ദൈവത്തെ കാണുവാനും ദൈവം എനിക്ക് അനേക കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനും ഇടയായി. അങ്ങനെ ദൈവശബ്ദം കേട്ട് ജോലി ഉപേക്ഷിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു.
ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവം പ്രത്യേകമായ ഒരു കൃപ തന്നു. ഇന്നും മണിക്കൂറുകൾ ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകുന്നതോർത്ത് ഈ അവസരത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള ഭവനത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ശക്തമായ മന്ത്രവാദ പൂരികൾ ഞങ്ങൾക്ക് വിരോധമായി കടന്നു വരുവാൻ ഇടയായി. എന്നാൽ ഞാനും എൻ്റെ മാതാവും രാത്രിയെ പകലാക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തെ ജയിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. കുറച്ചു വർഷങ്ങൾ അവിടെ പാർത്തനന്തരം ആ വീട് വിറ്റ് ഞങ്ങളെ ദൈവം ഇപ്പോഴാക്കിയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളായിരിക്കുന്നു. ഇതിനിടയിൽ പത്തനംതിട്ട ICPF-മായി ബന്ധപ്പെടുവാനും അവരുടെ മീറ്റിംഗിൽ ഓഫ്ലൈനായും ഓൺലൈനായും പങ്കെടുക്കുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. അവിടുത്തെ സഹോദരന്മാരോട് കൂടെയുള്ള സൗഹൃദം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഡെയിലി ബൈബിൾ വേഴ്സ് 7ഓളം ഭാഷകളിൽ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് മറ്റുള്ളവർക്ക് അയക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഗോഡാഡിയുടെ സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തിരുന്നത്. തുടക്കത്തിൽ മലയാളം, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകളിലാണ് അത് ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഞാൻ അപ്രകാരം ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അത് മുഖാന്തരം ഹാലുലിയ ബോംബെയിൽ ചർച്ച് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ദൈവദാസനെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, സജുവിന് ഇത് ഹിന്ദിയിൽ കൂടെ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഹിന്ദി ഭാഷയിൽ കൂടെ അത് ചെയ്യുവാൻ ഇടയായി. അങ്ങനെ ഇന്ന് 3 ഭാഷയിലായിരിക്കുന്ന അവസരത്തില് ഞാൻ ഇത് എൻ്റെ അവിശ്വാസിയായ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് തമിഴ്നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസിയായ ഒരു സഹോദരൻ അയച്ചു കൊടുത്തു. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. അദ്ദേഹം എൻ്റെ നമ്പർ വാങ്ങി എന്നെ കോണ്ടാക്ട് ചെയ്തു. തമിഴിൽ കൂടെ ഈ വാക്യം ചെയ്യാമോ എന്നോട് ചോദിച്ചു. അങ്ങനെ തമിഴിൽ കൂടെ ആ വാക്യം ചെയ്യുവാൻ ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തില് ICPF-മായി ബന്ധപ്പെട്ട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു സഹോദരനെ പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അതിനാൽ ഇപ്പോൾ ചെയ്യുന്ന മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകൾ കൂടാതെ തെലുങ്ക്, കന്നഡ, പഞ്ചാബി ഈ ഭാഷകൾ കൂടെ ഈ വാക്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, പഞ്ചാബി ഈ 7 ഭാഷകളിൽ വാക്യങ്ങൾ ദിനവും ചെയ്ത് ആളുകൾക്ക് അയച്ചു കൊടുക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഹോളി ബൈബിൾ എന്ന ആപ്പില് നമ്മൾ മലയാളത്തിൽ നമ്മൾ വാക്യം റെഫറൻസ് നോക്കി എടുക്കും. എന്നിട്ട് അത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഡിസൈൻ ആപ്ലിക്കേഷനിൽ നമ്മൾ പേസ്റ്റ് ചെയ്യും. ഹോളി ബൈബിൾ ആപ്ലിക്കേഷനിൽ ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ 7ഓളം ഭാഷകളിൽ നമ്മൾ ലാംഗ്വേജ് മാറ്റി വാക്യങ്ങൾ കോപ്പി ചെയ്ത് ഡിസൈൻ ആപ്പിൽ പോയി പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നിമിത്തമായി അനേക ദൈവദാസന്മാരും ദൈവമക്കളും അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായെന്ന് അനേകർ എന്നെ മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ട്. വടക്കേന്ത്യയിലുള്ള ദൈവദാസന്മാർ വരെ എന്നെ ഫോണിൽ വിളിച്ച് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് കേൾപ്പാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും വിശദമായി പറയുവാനുള്ള കാര്യം, ഇപ്പോൾ വാക്യം ചോദിച്ച് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പലപ്പോഴും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരാൾ വാക്യം ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതിൽ ഞാൻ എങ്ങനെയാണ് വാക്യം ചെയ്യുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനാൽ ഞാൻ വാക്യം ചെയ്യുന്നത് എപ്രകാരമെന്ന് അറിയുന്നത് മറ്റുള്ളവർക്ക് ഗുണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇതിനിടയിൽ ഷാജി കാരക്കാട് എന്നൊരു ദൈവദാസനെ പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി. അദ്ദേഹം വാക്യങ്ങൾ ഫ്ലെക്സ് ആയി മതിലൊട്ടിക്കുകയും അതുപോലെ ട്രാക്ട് മിനിസ്ട്രി ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അതുകൂടാതെ വാക്യങ്ങൾ സ്റ്റിക്കറാക്കുകയും അദ്ദേഹം വിതരണം ചെയ്തിരുന്നു. അദ്ദേഹത്തോടൊപ്പം വർഷങ്ങൾ ഒരുമിച്ച് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ അടിയനും ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പ്രവർത്തനം കൂടാതെ അദ്ദേഹത്തിന് ഛത്തീസ്ഗഡിലും പ്രവർത്തനങ്ങളുണ്ട്. ബെതൽ ഗ്ലോബൽ മിനിസ്ട്രീസ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ മിനിസ്ട്രിയുടെ പേര്. ഇതിനിടയിൽ സ്വന്തമായിട്ട് ഒരു ട്രാക്ട് എഴുതുവാൻ ദൈവം അടിയനും കൃപ ചെയ്തു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് പുറകില് ഞാൻ ഒരു ചർച്ചിൽ പോകുവാൻ ഇടയായി. അവിടെ അന്ന് ഗസ്റ്റ് പാസ്റ്ററായിട്ട് ഒരു പാസ്റ്റർ കടന്നു വന്നു. അദ്ദേഹം തന്റെ ശുശ്രൂഷ വേളയിൽ ഞാനൊരു സുവിശേഷ ട്രാക്ട് എഴുതുമെന്ന് എന്നെ കുറിച്ച് ഒരു ദൂത് പറയുവാൻ ഇടയായി. അതുവരെ എനിക്ക് അങ്ങനെ ഒരു ട്രാക്ട് എഴുതുവാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ദൂത് കേട്ടനന്തരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അധികം താമസിക്കാതെ ഒരു ട്രാക്ട് എഴുതുവാനുള്ള ആശയം ദൈവം എനിക്ക് തരുവാൻ ഇടയായി. ഞാനത് മൊബൈലിൽ ഗൂഗിളിന്റെ നോട്ട് ആപ്ലിക്കേഷനായ കീപ്പ് എന്ന ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്തിട്ടു. തക്ക സമയത്ത് അതിനു വേണ്ട നിർദ്ദേശങ്ങളും കറക്ഷനും ചെയ്യുവാൻ ആവശ്യമായ എല്ലാ വ്യക്തികളെയും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. അതിലാദ്യം ഒരു പടം വെക്കുവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഒരു ബ്രദർ അതിനാവശ്യമായ പടമൊക്കെ എനിക്ക് വരച്ചു തന്നു. എന്നാൽ പിന്നീട് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആ പടം അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു.
അങ്ങനെ ട്രാക്റ്റിന്റെ സോഫ്റ്റ് കോപ്പിയായി ഇനി അത് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ഞാനൊരു ബുക്ക് ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അതില് അതിന്റെ അഡ്രസ്സ് ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന ഒരു ദൈവദാസനാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിൽ നിന്നും ആ ബുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത് തിരുവല്ലയിൽ തന്നെയുള്ള ഒരു പ്രസിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അവരുടെ നമ്പർ വാങ്ങി ഞാൻ അവരെ വിളിച്ചു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ 2 തവണയായി നിരവധി കോപ്പികൾ പ്രിന്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിന്റെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം മനസ്സിൽ തോന്നിച്ച ആൾക്കൂട്ടം ശൗലിനോട് ചേർന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം മനസ്സിൽ തോന്നിച്ചിട്ട് അനേകം ആളുകൾ ഇതിന്റെ വിതരണത്തിനായി തയ്യാറായി എന്നത് ഈ അവസരത്തിൽ ഞാൻ സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ്. എന്റെ വീൽ ചെയറിന്റെ പുറകിൽ എപ്പോഴും കുറെ കോപ്പികൾ കാണും. ഞാൻ എവിടെ പോയാലും അവ വിതരണം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെയും ഞാൻ ഉപയോഗിക്കും. അത് ചിലപ്പോൾ സാധനം വാങ്ങാൻ പോകുന്ന ഷോപ്പ് ആവാം, അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ആവാം, ആശുപത്രി ആകാം, അങ്ങനെ ദൈവം തരുന്ന ഏത് അവസരവുമാകാം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാൻ തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും ഒരു ട്രാക്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ടോ? അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം നിനക്ക് തക്ക സമയത്ത് ഒരുക്കി തരുമെന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുക എന്നത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ദൈവിക പദ്ധതി പ്രകാരം മുന്നോട്ട് പോകാൻ ആവശ്യമായ വഴിയും വാതിലും തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. ഞാൻ ഇപ്രകാരം ജനിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ഡോക്ടർമാരോടും അതായത് ശരീരത്തെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ആത്മാവിനെ കുറിച്ച് സംസാരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രിയിൽ വെച്ച് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് ക്രിസ്തേശുവിലുള്ള പ്രത്യാശയെക്കുറിച്ച് പങ്കിടുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. പ്രിയരെ, ദൈവം നമ്മെ രോഗാവസ്ഥയിലൂടെ കടത്തിവിടുന്നതിന് പിന്നിലും ദൈവത്തിന് ചില പദ്ധതികളുണ്ടോ? അതൊരു പക്ഷേ ചില രോഗികളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോട് യേശുവിനെ കുറിച്ച് പറയുന്നതിനായിരിക്കാം. ദൈവം നമ്മെ എവിടെയാക്കിയാലും എപ്രകാരമാക്കിയാലും അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ആ അവസരം സുവിശേഷീകരണത്തിനായി ഉപയോഗിക്കുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. പൗലോസിന്റെ ജീവിതം നമുക്കറിയാമല്ലോ. കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും കർത്താവിനെ സാക്ഷീകരിക്കുന്നവരായിരുന്നു പൗലോസ്. അതിന്റെ ഫലമായി ഒരു ഒനേസിമോസ് പുറത്തു വരുവാൻ ഇടയായി. അർത്ഥാൽ ഒരു ഒനേസിമോസ് ക്രിസ്തുവിൽ ജനിപ്പാൻ ഇടയായി. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ സാരം? ദൈവം നമ്മെ കടത്തിവിടുന്ന ഏത് അവസ്ഥയ്ക്ക് വേണ്ടിയും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് നാം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് സുവിശേഷീകരണം എന്ന് പറയുന്നത് ചിലരുടെ മാത്രം കടമയാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ സുവിശേഷീകരണം എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന്. നാം എപ്പോഴും ഓർക്കണം, രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയെങ്കിൽ നാം സുവിശേഷം അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് നിമിത്തം ഉണ്ടാകുന്ന നഷ്ടം അത് എത്ര വലുതാണെന്നും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ അത് നിമിത്തം ഉണ്ടാകുന്ന നഷ്ടം അത് എത്ര വലുതാണ്. അതിനാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കടമയിൽ നമുക്ക് വിശ്വസ്തർ ആയിരിക്കാം. ഒരിക്കൽ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, സുവിശേഷീകരണം എല്ലാവരെ കുറിച്ചുമുള്ള ദൗത്യമാണല്ലോ, ഡിസബിൾ ആയിട്ടുള്ളവർക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന്. അതിന് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു മറുപടി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയും യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവരിലേക്കും എത്തിക്കാമെന്നുള്ളതാണ്. അങ്ങനെ അനേക ട്രാക്ട് സോഫ്റ്റ് കോപ്പിയായി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഇതേ ആശയം ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ ഡിസേബിൾ ആയ ഒരു വ്യക്തിയും സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള സുവിശേഷീകരണത്തിന് താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൂടാതെ ഒരിക്കൽ ഞാൻ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്റെ വീട്ടിൽ ഓൺലൈൻ ഡെലിവറിക്ക് കൊണ്ടുവന്ന ആ ഡെലിവറി ബോയ്ക്ക് ഒരു ബൈബിൾ ഗിഫ്റ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. മുടിവെട്ടാൻ പോകുമ്പോൾ ആ മുടിവെട്ടുന്ന ആളോട് ആത്മീയ കാര്യങ്ങൾ സംസാരിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സുവിശേഷീകരണത്തിന് ആവശ്യമായ സാഹചര്യങ്ങളും അവസരങ്ങളും ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തരുവാൻ ഇടയായി തരും. പ്രിയമുള്ള യുവജനങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാ. നിങ്ങൾ ഒരുപക്ഷെ പഠിക്കുന്നവരായിരിക്കാം, അല്ലെ ഒരുപക്ഷെ ജോലി ചെയ്യുന്നവരായിരിക്കാം,
കാരണം നിങ്ങളെ അവിടെ ആക്കിയതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം അത് ചെയ്യണം. ഇതിനിടയിൽ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിലെ എഴുത്തുകൾ വായിച്ച പലരും അത് ദൈവം അവരോട് തന്നെ സംസാരിക്കുകയാണെന്ന് എനിക്ക് മെസ്സേജ് അയച്ചവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു ട്രാക്ട് തയ്യാറാക്കുന്നതിന്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ദൈവഹിതമായാൽ ഈ വർഷം തന്നെ അത് പുറത്തിറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വില്യം കെറിയുടെ വളരെ പ്രശസ്തമായ ഒരു ഉദ്ധരണി ഇപ്രകാരമുണ്ട്: ഗോഡ് ഹാഡ് ആൻ ഓൺലി സൺ ആൻഡ് ഹി മേഡ് ഹിം എ മിഷണറി എന്ന്. അതിന്റെ അർത്ഥം ഇതാണ്: ദൈവത്തിന് ഏക പുത്രൻ ഉണ്ടായിരുന്നു, അവൻ അവനെ ഒരു മിഷണറി ആക്കി എന്ന്. ഇത് കേൾക്കുമ്പോൾ ഇവാഞ്ചലിസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യമാകുമല്ലോ. അതിനാൽ അപ്രകാരം മുന്നോട്ട് പോകാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. ഇത്രയും ശാരീരിക വൈകല്യങ്ങൾക്കിടയിലും മുടക്കം കൂടാതെ സഭയിൽ പോകുവാനും ആത്മീക കാര്യങ്ങൾ പങ്കെടുക്കുവാനും ദൈവം എന്നെ സഹായിക്കുന്നു. മാത്രമല്ല, ഇന്റർമീഡിയറ്റ് കുട്ടികളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. കഴിഞ്ഞ വർഷം, അതായത് 2023 നവംബർ മാസമാണ് അത് പൂർത്തിയാകുവാൻ ഇടയായത്. ഇന്ന് അനേക സഭകൾ തനിയെ ഓട്ടോ പിടിച്ചുപോയി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഇതിനിടയിൽ ഓട്ടോക്കാരോടും ആത്മീയ കാര്യങ്ങൾ സംസാരിപ്പാനും ബൈബിൾ കൊടുപ്പാനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ ബൈബിൾ കോളേജ് കുമ്പനാട് പഠിപ്പിക്കുന്ന VS മാത്യു സാറിനെ പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതെന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി. അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പിൽ ചേരുവാനും അതിൽ സ്ഥിരമായി നടത്തി വന്നിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ പലപ്പോഴും ലീഡ് ചെയ്യുവാനും വചനം ഷെയർ ചെയ്യുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നിട്ടുണ്ട്. ഇന്നും ബൈബിൾ പരമായ കാര്യങ്ങൾ ഞാൻ സാറിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. എന്റെ സ്പിരിച്വൽ ഫാദർ എന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ വീട്ടിൽ വരുവാനും ബൈബിൾ പഠനത്തിന് ആവശ്യമായ ബുക്കുകൾ കൊണ്ടുതരുവാനും ദൈവം സാറിന് കൃപ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ശുശ്രൂഷാ വേളയിൽ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം ഷെയർ ചെയ്തിരുന്നു. അത് തന്നിമിത്തമായിട്ട് ഇന്നേക്ക് ഏകദേശം 2 വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ സാക്ഷ്യം അസാധു ചാനൽ പറയണമെന്ന് സാർ എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ ഫിന്നി പാസ്റ്ററിന് ഷിബിൻ ബ്രദർ എന്നെ കുറിച്ച് അറിയിച്ചിട്ട് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ആത്മീക ചിന്തകൾ എഴുതി സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. പലപ്പോഴും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് VS മാത്യു സാറാണ്. നിങ്ങൾക്കറിയാം, ഇതുപോലെ കഷ്ടം അനുഭവിക്കുന്ന ആളുകൾ എത്രമാത്രം നിരാശയും ദുഃഖവും അനുഭവിക്കുന്നുണ്ടാകുമെന്ന്. അങ്ങനെയുള്ളവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടത് ഏറെ ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഡിസബിൾ ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ: നിങ്ങളെ അങ്ങനെ ആക്കുന്നതിന് പിന്നിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു മിഷണറിയാണല്ലോ ആമി കാർമൈക്കൽ എന്ന് പറയുന്ന മിഷണറി. വിദേശിയായിരുന്ന ആമി തന്റെ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ അവൾക്ക് തവിട്ട് നിറമുള്ള കണ്ണുകളായിരുന്നു. എന്നാൽ അവളുടെ കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നീല നിറത്തിലുള്ള കണ്ണുകളായിരുന്നു. അവൾ നീല കണ്ണുകൾ ലഭിക്കേണ്ടതിന് ആ ചെറുപ്രായത്തിൽ ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം അവൾക്ക് അത് കൊടുത്തില്ല. അന്ന് അതിന്റെ കാരണം അവൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നീട് അവൾ ഇന്ത്യയിൽ ഒരു മിഷണറിയായി വന്നപ്പോൾ ഇന്ത്യക്കാരുടെ ഇടയിൽ അവരിൽ ഒരാളെ പോലെ ജീവിക്കുവാൻ ആ കണ്ണുകൾ അവൾക്ക് ഏറെ സഹായമായിരുന്നു. ഇന്ത്യക്കാരുടേത് പോലെയുള്ള ആ തവിട്ട നിറത്തിലുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ ജീവിക്കാൻ അവർക്കത് ഏക സഹായമായതെന്ന് ഞാനൊരു ബുക്കിൽ വായിപ്പാൻ ഇടയായിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ സാരം? ദൈവം നമ്മെ എങ്ങനെ ആക്കിയതിനു വേണ്ടി ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിനാൽ നിങ്ങൾ കടന്നു പോകുന്ന ഏതവസ്ഥയായിരുന്നാലും ദൈവമുഖത്തേക്ക് നോക്കി മുന്നോട്ട് പോവുക. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. പിന്നെയും ദൈവത്തിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ വേല ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ. കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ. നൽകപ്പെട്ട അവസരത്തിൽ ഞാൻ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ലോർഡ്. താങ്ക് യു സജു. ദൈവത്തിനെ സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പല വിധത്തിൽ ചെറിയ പ്രായം മുതലേ പരിമിതികൾ അനുഭവിച്ചുവെങ്കിലും ആ പരിമിതികൾക്കപ്പുറമായിട്ട് അപരിമിതമാകുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു. പലപ്പോഴും അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ആളുകൾ ഇനിയും എനിക്ക് ഒന്നും ചെയ്യുവാനില്ല എന്ന് കരുതി ഒതുങ്ങിക്കൂടി കഴിയുമ്പോൾ കർത്താവ് ജീവിതത്തിൽ വിളിച്ചു നിന്ന കർത്താവിനെ സാക്ഷിക്കുവാനും അനേകരോട് യേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാനും ട്രാക്റ്റുകൾ എഴുതുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ട്രാക്റ്റുകൾ പിന്നെയും എഴുതിക്കൊണ്ടിരിക്കുന്നല്ലേ?
അതെ സാറേ, അതെ അതെ മറ്റ് പുസ്തകങ്ങൾ, ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ടോ പീരിയോഡിക്സിൽ? അങ്ങനെ സാറേ. പുസ്തകങ്ങൾ, ലേഖനങ്ങളൊക്കെ അങ്ങനെ എഴുതാൻ മറ്റ് അതെ സാറേ, താല്പര്യപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും സാറേ. ഓക്കെ, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കിപ്പം പുസ്തകം പുറത്ത് വന്നില്ലെങ്കിലും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അതിനെക്കുറിച്ച് പറയാമെങ്കിൽ സന്തോഷമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരറിവ് കിട്ടുമല്ലോ, പുസ്തകം ഇറങ്ങുമ്പോൾ അവർക്ക് വായിക്കാൻ പറ്റുമല്ലോ. ഞാൻ ഒരു പുസ്തകം എഴുതുന്നതിന്റെ തയ്യാറെടുപ്പിലാണ്. അത് അധികം താമസിക്കാതെ പുറത്തിറങ്ങുമെന്ന് ഞാൻ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവഹിതമായാൽ ഈ വർഷം തന്നെ അതിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ശരി, അതിൻ്റെ ഏത് ലെവലിലായി? അത് എഴുതി കഴിഞ്ഞോ അതോ? സാറേ, അത് എഴുതി കഴിഞ്ഞു, പക്ഷെങ്കിൽ അത് കുറച്ച് കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ശരി, അങ്ങനെയുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ? അതെ സാറേ, അതെ. പുസ്തകങ്ങൾ എന്തോ ജീവിതാനുഭവങ്ങളാണോ അതോ ചിന്തകളാണോ, എങ്ങനെയാണ്? സാറേ, രണ്ടും മിക്സ്ഡാ സാറേ. ഓക്കെ, അനുഭവങ്ങളെ ബന്ധപ്പെടുത്തി അല്ലേ അതെ സാറേ, അതെ. ചിന്തകൾ. അപ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വേഗത്തിൽ ആ പുസ്തകം അടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും അമ്മയും പ്രിയ സജിപ്രഭു എല്ലാവരും, നിങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് ദൈവം നിങ്ങളെ ഇനി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഇനി ആഡ് ചെയ്ത് പറയാനുണ്ടോ? ഇല്ല സാറേ, ഇല്ല. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഇന്ന് അല്പം ലേറ്റായിട്ടാണ് തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ അല്പം മുൻപോട്ട് നമ്മുടെ സമയം പോകുവാനിടയെ, തുടർന്ന് കുഴപ്പമില്ല. എന്നാലും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണല്ലോ നമ്മൾ കേട്ടത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രിയ സജി മാത്യു പരുമല, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവിതത്തെക്കുറിച്ച് അനേക ദൈവദാസന്മാരിലൂടെ പറഞ്ഞ എല്ലാ ദൂതുകളും നിവർത്തിക്കപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവ് വിശ്വസ്തനാണ്. എല്ലാത്തിനകത്തും കർത്താവിൻ്റെ ഒരു മഹത്വമുണ്ട്, എല്ലാ കാര്യത്തിലും. ജോർജ് മുള്ളർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മുള്ളറിനെ ദൈവം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ മഹത്വം പോകുന്നത് മുള്ളറിൻ്റെ ദൈവത്തിനാണ് എന്ന് മുള്ളർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും അതിനകത്തൂടെ ഒരു മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, അങ്ങനെയുള്ള വലിയ ഒരു പ്രവൃത്തി നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമുക്കുണ്ട്. നമ്മുടെ മുറിവുകൾ, നമ്മുടെ വേദനകൾ, അതാണ് അനേകർക്ക് ആശ്വാസത്തിനും ധൈര്യത്തിനും ഒക്കെ കാരണമായി തീരുന്നത്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവേ, നല്ല ഈ രാത്രി സമയത്തിനായ സ്തോത്രം. ഇത്രയും സമയം നിൻ്റെ സന്നിധിയിലിരുന്ന് നിൻ്റെ ദാസൻ സജി മാത്യുവിൻ്റെ അനുഭവങ്ങൾ കേൾക്കുവാതെ കൊണ്ടവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളൊന്നിച്ച് കർത്താവ് നിൻ്റെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പിന്നെയും വലിയ ദൈവിക അനുഗ്രഹങ്ങൾ പകരണം. നിൻ്റെ മഹത്വമുള്ള വേലയിൽ നിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കോണം ശക്തീകരിച്ചാട്ട്, ബലവും ശക്തിയും പകർന്നാട്ട്, തൻ്റെതാകുന്ന ലിമിറ്റേഷൻസിന് അപ്പുറമായി വ്യാപരിക്കുന്ന ദൈവശക്തി പിന്നെയും അനുഭവിപ്പാൻ സഹായിച്ചാട്ട്, തൻ്റെ ഹൃദയത്തിലെല്ലാ നല്ല ആഗ്രഹങ്ങളെയും അവിടുന്ന് പൂർത്തീകരിക്കണം. പ്രത്യേകിച്ചും എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമൊക്കെ വേഗത്തിൽ പബ്ലിഷ് ചെയ്യത്തക്കോണമുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവെ അവിടുന്ന് കൽപ്പിച്ചാക്കണം. അറ്റൻഡ് ചെയ്ത ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരുന്ന നാളുകളിൽ തിരുനാമഹത്വത്തിനായി ഞങ്ങൾക്കും ജീവിപ്പാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ, നന്മകളെ കാണാതെ ഞങ്ങൾ പുറപ്പെടുത്തും നിരാശപ്പെട്ടും ഒക്കെ ജീവിക്കുമ്പോൾ കർത്താവെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി, അതിൽ തൃപ്തിയുള്ളവരായി, വിശ്വസ്തയോട് തിരുനാമഹത്വത്തിനായി ജീവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണം, ഒരുക്കണമെന്ന് ഞങ്ങളോടത്തോടെ അപേക്ഷിക്കുന്നു. അടുത്ത ആഴ്ച പിന്നെയും ഞങ്ങൾ കടന്നു വരുവരെയും ചെറുന്മറയിലും ഞങ്ങളെ മറയ്ക്കണം, വരുവിനെ അരുവാൻ സഹായിക്കണം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.